ഞാൻ ഈ പറഞ്ഞതൊക്കെ സ്ട്രിക്ട്ലി അൺഒഫീഷ്യൽ, ഓഫ് ദി റെക്കോർഡ്സ്. ഞങ്ങളുടെ അനുമാനങ്ങളാണ്, ശരിയാകണമെന്നില്ല. പിന്നെ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കണം. അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യരുത്. അത് പറയണോ? എന്തു വന്നാലും അതിന്റെ റിസ്ക് എന്റെ മാഗസിൻ കവർ ചെയ്യും. അണ്ടർവേൾഡ് കിങ് സാഗർ ഇലിയാസ് ചാക്കി helps the chief minister to overcome the political crisis. എന്തു പറ്റി അശ്വതി? ഹേയ്, ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കലിന്റെ ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചതാ. അധോലോക രാജാവിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം. സാഗർ അഥവാ ജാക്കി മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്ക്. ആ അപ്പോഴേ സാറേ, എനിക്ക് ജാക്കി ഒന്ന് പരിചയപ്പെടണം. അതിനെന്താ മാർഗം? അശ്വതി പരിചയപ്പെടാൻ മാത്രം അയാൾ അത്ര വലിയ ആളാണോ? ആഫ്റ്റർ ഓൾ ഈസ് എ തേർഡ് റേറ്റ് ക്രിമിനൽ. നിങ്ങൾക്കതായിരിക്കും. ബട്ട് ടു ജേർണലിസ്റ്റ് ഈസ് എ ഹോട്ട് സബ്ജക്ട്. ഹോട്ട് സബ്ജക്ട്? ഈ റാസ്കൽസിനെ ഒക്കെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന നിങ്ങൾ വേണം പറയാൻ. അശ്വതിക്ക് വേറെ ജോലിയൊന്നുമില്ല. ജീവൻ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് ജാക്കിയോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. തെങ്ങിന്റെ കാറ്റുവീഴ്ചയെക്കുറിച്ചും റബ്ബറിന്റെ വിലയെക്കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും. എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും. പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളാ. ഹൗ ദേ കൺട്രോൾ ദ പൊളിറ്റിക്കൽ മെഷീനറി. അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനമാടുന്നു. പോലീസുകാരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത്. സാറ് മാത്രമല്ലല്ലോ, ഇവിടെ വേറെയും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം, വിത്തൗട്ട് യുവർ ഹെൽപ്പ്.